ഹായ്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടോളുക. കാരണം മെയിനായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ സംഭവിച്ച ഒരനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ കൊച്ചാണ്. ഇവനിപ്പോൾ 2 വയസ്സ് ആവാൻ പോകുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവനെയും കൂടെ കൊണ്ടുപോയായിരുന്നു. കൂടെ കൊണ്ടുപോയി ഇവനെ വണ്ടിയിൽ ഇരുത്തുക ചെയ്തേ. ഞാൻ എന്തെന്ന് പറയുന്നത്, സാധനങ്ങൾ മേടിച്ച് വണ്ടിയിൽ വെച്ചു, ഇവനെയും വണ്ടിയിൽ ഇരുത്തി. പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നങ്ങോട്ട് പോയി. അവിടെ പോയി തിരിച്ച് വന്ന് വണ്ടി ഉറക്കാൻ നോക്കുമ്പോൾ വണ്ടി ഫുള്ള് ലോക്കാക്കിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് ലോക്ക് ചെയ്യാനുള്ള ടച്ച് പാഡാണ് ഇതിനകത്തുള്ള, ഈ വണ്ടിയിലുള്ള. അതായത് ഈ കാണുന്ന ഈ ലോക്ക് സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ലോക്കാവും, അൺലോക്കാവും. അപ്പോൾ ഇതിലെല്ലാം എന്താണ് ഇടയ്ക്ക് ഞെക്കി കളിക്കാറുള്ളത് കൊണ്ട് സംഭവം ലോക്കായിപ്പോയി. വേറെ ഒരു നിവർത്തിയില്ല വണ്ടി തുറക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ അവൻ പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ്, അടിവയറ്റിൽ നിന്ന് തീ വന്നു. അപ്പൊ കുട്ടികളെ അത് താക്കോല് വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നതുമാണ് മറ്റൊരു വിഷയം. ഞാൻ സാധാരണയായിട്ട് അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു വട്ടം ലോക്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മുടെ ഫോണിൽ വണ്ടിയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും. കറക്റ്റ് ഈ വണ്ടി ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആപ്പ് തന്നെ റീസ്റ്റാർട്ടായിട്ട് അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വണ്ടി ഓണാക്കിയതിന് ശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിലേക്കായിരുന്നു. അപ്പം എന്തായാലും ചെറിയ കുട്ടികളെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഒരിക്കലും താക്കോലും വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾ പോവാതിരിക്കുക. സംഭവം പലയിടത്തും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ നേരത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ട് പറ്റുന്ന ഒരു പിഴവാണ്. അപ്പോൾ എന്തായാലും പിള്ളേരുള്ള എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവനെ എങ്ങനെ ഇത് തിരിച്ചവൻ അൺലോക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ എൻ്റെ കൂടെ കയറി കഴിഞ്ഞാൽ ഇത് സ്വിച്ചുകളിലെല്ലാം ഞെക്കും. ഇതേപോലെ നോബ് തിരിക്കുകയും സ്റ്റിയറിങ്ങിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പേടിയില്ലാതെ ഞാൻ പറഞ്ഞത് പ്രകാരം ഇതേപോലെ സ്വിച്ചുകൾ പറഞ്ഞ് ഓരോ സ്വിച്ചുകൾ ഞെക്കി കഴിഞ്ഞപ്പോൾ സംഭവം വണ്ടി എന്തോ ഭാഗ്യത്തിന് ഒരു 10-15 മിനിറ്റ് ഉള്ള പരിശ്രമത്തിനൊടുവിൽ അൺലോക്കായി കിട്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുട്ടികളെ മാക്സിമം വണ്ടിയിൽ സേഫായിട്ട് നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.